സോ ഗൈസ്, അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് ഉണ്ട്. അതില് കുറെ മെമ്പേഴ്സ്, കുറെ പുതിയ പുതിയ ആൾക്കാരും ഒക്കെ വന്നു. അതുപോലെ കുറച്ച് പേര് നമ്മുടെ അതിനകത്തുനിന്ന് പോയി. എന്നാലും എല്ലാവരും നമ്മൾ കുറെ പേരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 62 മെമ്പേഴ്സ് ഉണ്ടോ ടോട്ടൽ അടുപ്പിച്ചെന്തോ നമ്മളുണ്ടായിരുന്നു. അത്രയൊക്കെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ നമ്മുടെ ഈ ഒരു ഫാമിലി കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ. സോ അപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് TV എന്ന് പറയണ ഒരു സാധനം ഒരു ആർപ്പിക്കകത്ത ഗ്യാങ് മാത്രമായിട്ട് നിൽക്കുന്നതിനപ്പുറത്തോട്ട് നമ്മൾ ഇന്ന് തൊട്ട് വി ആർ മൂവിങ് ആസ് ആൻ ഓർഗനൈസേഷൻ TVA eSports. നമ്മളിത് വെളിയില് ആരെയും ഈ പറയണത് പോലെ ആരെയും ഏൽപ്പിക്കുന്നില്ല. ചന്ദ്രനും ഞാനും തന്നെ ആയിരിക്കും നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇനി തൊട്ട് നോക്കാൻ പോകുന്നത്. ചന്ദ്രനാണ് മറ്റൊരു ഓണർ. നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട വന്നാൽ ചന്ദ്രനെ വിളിച്ചിട്ട് ചന്ദ്രന്റെ പേരൊക്കെ പറഞ്ഞ് ലൈവ് ഇടാം. അവരെ അറിയിക്കാം. അങ്ങനെയാണ് ബേസിക് കാര്യം. സോ അവിടെ തീർന്നില്ല. സോ നമ്മള് ഒരു നമ്മുടെ ഓർഗ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പം ഒരു ചെറുത് സാധനം കൊണ്ടുവന്നാ പോരല്ലോ. കൊണ്ടുവരുമ്പം കുറച്ച് വലുതായിട്ട് കൊണ്ടുവരണല്ലോ. അപ്പൊ നമ്മുടെ TVയിലെ ആസ് ആൻ ഓർഗ് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോണ ആദ്യത്തെ ആൾക്കാരെന്ന് പറയണത് BGMIയുടെ ഒരു T1 ലൈനപ്പ് ആണ്. ടയർ 1 ലൈനപ്പ്. ആൻഡ് വി ആർ വെൽക്കമിങ് കാലൻ, പൈ, എവിൾ, ഷാഡോ ടു TV as our BGMI റോസ്റ്റർ. ഇന്ന് തൊട്ട് അവരായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് T1 കളിക്കാൻ പോകുന്നത്. സോ നമ്മുടെ BGMI റോസ്റ്റേഴ്സ് അവരായിരിക്കും. അവർക്ക് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് അച്ചീവ്മെന്റ് ഉള്ള ഒരു മലയാളി സ്ക്വാഡാണ്. നമ്മുടെ T1 കളിക്കുന്നതിൽ ഏക ഒരു മലയാളി സ്ക്വാഡ് എന്ന് പറയുന്നത് അവർ മാത്രമാണ്. സോ അപ്പോൾ അവർ കുറെ നോർത്ത് ഇന്ത്യൻ ഓർഗനൈസേഷനിലും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും നാൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പം ഇനി തൊട്ട് ഒരു 916 ഒറിജിനൽ മലയാളി ലൈനപ്പ് ആയിട്ടങ്ങ് കളിക്കട്ടെ പിള്ളേര്. അപ്പൊ വെൽക്കമിങ് എല്ലാരും. എവിടെ സ്പൈ, കാലൻ, ഷാഡോ എല്ലാവർക്കും വെൽക്കം ടു TVA ഇന്ന് തൊട്ട്. അപ്പൊ ഇനി വരുന്ന ഫ്യൂച്ചർ ടൂർണമെന്റ്സും ബാക്കി കാര്യങ്ങളും എല്ലാം അവര് സിറ്റിയിലായിരുന്നല്ല അവര് TVയുടെ ടാഗിലായിരിക്കും ഇനി തൊട്ട് കളിക്കാൻ പോണത്. സോ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം. ഇതൊരു OC കാര്യമാണ്. എന്നാലും ഞാൻ മീറ്റിംഗ് ആയിട്ട് വിളിച്ച എല്ലാവരും ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ വേണ്ടിയാണ്. ഇത് OC കാര്യമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ആശീർവാദവും സപ്പോർട്ടും ഒക്കെ അവർക്ക് ഉണ്ടാവണം. ഇടയ്ക്കൊക്കെ ഞാൻ അവരെ പറ്റുമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം, നോക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ആൻഡ് നിങ്ങൾ ഓരോരുത്തരെയും ക്രിയേറ്റർ ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ഡീൽസും കാര്യങ്ങളൊക്കെ. വേറെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇപ്പോഴേ അനൗൺസ് ചെയ്യുവാണ്, ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയിരിക്കത്തില്ല. ഉറപ്പായിട്ടും എന്തേലും ലാഭം എടുക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രൻ മാത്രമേ, ഞാനല്ല. എനിക്ക് ഇതിനകത്ത് ഒരു പരിപാടിയില്ല, ചന്ദ്രനാണ്. നമ്മുടെ റോസ്റ്റേഴ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ടൂർണമെന്റ് വിന്നിങ്സും ബാക്കിയെല്ലാം 0% കമ്മീഷനിൽ അവരുടെ തന്നെ. നമുക്ക് അതിനകത്തൊന്നും 1 രൂപ പോലും പ്രോഫിറ്റ് വേണ്ട. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ച് പേരെയും കൂടി TVക്കകത്ത് കൊണ്ടുവരും. അത് ഇവിടുത്തെ പ്ലേയേഴ്സ് അല്ല, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനിൽ അതോട് കൊണ്ടുവരും. ആൻഡ് അതിലൊരു കമ്മീഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രാൻഡ് ഡീൽസ് എല്ലാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ചന്ദ്രനും ഞാനും ഇനി തൊട്ട് നോക്കിക്കോളാം. അപ്പോൾ എല്ലാവർക്കും ഉള്ള ലീഗൽ എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പുതിയ തുടക്കമായിട്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങ് പോട്ടെ. ഓക്കെ, യെസ്. കോച്ചിന്റെ ഹാവോക്ക് നമ്മൾ ഉടനെ മേടിക്കും കേട്ടാ. ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണുന്നിടത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ്, ബ്ലൈൻഡ് പോലത്തെ ഒരു ലൈനപ്പ് വന്ന സമയത്ത് ഫ്രം എന്താ പറയാ, അതിനകത്ത് എല്ലാരും മലയാളീസ് ആയതുകൊണ്ട് ഫ്രീ ഫയർ ലൈനപ്പ് ഒക്കെ കൊണ്ടുവരാം. സോ എന്താ പറയാ,
ഒരു മലയാളി അവർ 4 പേരും മലയാളികളാണ്, മനസ്സിലായ? എവളും സ്പൈയും കാലനും ഷാഡോയും മലയാളീസാ. അവർക്ക് അതിൻ്റെതായിട്ടുള്ള റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല. ഇനിയുള്ള മാച്ചസിലൊക്കെ നിങ്ങൾ അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അവർക്ക് വേണ്ടി ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അവരൊക്കെ ലൈവ് ഇടുന്നവരും അതിടുന്നവരും ഒക്കെയാണ്. സോ കറന്റ് നമ്മളിപ്പോ എല്ലാം കൂടെ ഗൈസ്, എനിക്കിതൊരു ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ല. എന്റെ ബോട്ടം ഓഫ് ദ ഹേർഡ് ഞാൻ പറയാണ് ഗൈസ്, ഞാൻ ബോട്ടം ഓഫ് ദ ഹേർഡ് പറയാണ്. ഇതിൽ വരുന്ന 1 രൂപ പോലും ആ കമ്മീഷനോ ഒന്നും ഞാൻ അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. സോ അവർക്ക് ഒരു ഇ സ്പോർട്സ് പ്ലെയർ എന്നുള്ള രീതിയിൽ എനിക്കും ഞാൻ ത്രൂ ഔട്ട് കുറേ നാൾക്ക് അവർ LHS കയറിയ സമയത്തെ ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി അവരോട് പറഞ്ഞതാ. അപ്പം ഞാൻ മിക്കവാറും എന്തായാലും ഞാൻ റവനന്റിൽ നിന്ന് ഞാൻ ഇറങ്ങും, കാരണം എനിക്കിത് എൻ്റെ കാര്യങ്ങൾ നോക്കണം, മനസ്സിലായോ? അപ്പോൾ റവനന്റിൽ നിന്ന് ഞാൻ എന്തായാലും ഇറങ്ങും. എനിക്ക് അവിടെ സ്കൗട്ടിനോട് മാത്രമേ ഉള്ളൂ കമ്മിറ്റ്മെൻറ്റ്. ആള് എന്നെ വിളിച്ചുകൊണ്ടാണ് ഞാൻ. പക്ഷേ ഒരു പ്രൊമോഷൻസ് ഒന്നും അവരുടെ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പുള്ളിയോട് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു സ്ട്രോങ് റീസൺ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും സ്കൗട്ട് ഇതിന് സമ്മതിക്കുമെന്നൊരു ഇത് എനിക്കുണ്ട്. സോ അതുകൊണ്ട് സൈറക്സിൻ്റെ കാര്യം അറിയില്ല. സൈറക്സ് അവരെ LHS തന്നെ ആയിരിക്കും, മനസ്സിലായോ? അവരുടെ കാര്യത്തെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. സായിപ്പ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സായിപ്പ് നമ്മുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു, റാവുത്തർ ഗെയിമില്ലേ, പുള്ളിയുടെ അല്ലേ ഓർക്കുക. സായിപ്പിനെ ഒരുപാട് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളല്ലേ. അപ്പം നമ്മൾ സായിപ്പിനെയൊക്കെ പോയി വിളിക്കണത് മണ്ടത്തരമാണ്, മനസ്സിലായോ? അപ്പോൾ ഇത് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. സാലറി ഈ സ്പോർട്സ് പ്ലേയേഴ്സ് അല്ലേ ബ്രോ, അവർക്ക് മന്ത്ലി സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് അത് നമുക്കിപ്പോൾ എല്ലാ ലൈനപ്സിനും കറൻ്റ്ലി കൊടുക്കാൻ പറ്റത്തില്ല. ആൻഡ് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി അവരെ MyG ആയിരുന്നു സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ കേരളത്തിലെ കുറച്ച് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈഗിൾ ഗെയിമിംഗ് ആണ്, സ്ട്രീമറാണ്. എനിക്കൊരു ടീമുണ്ട്. സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സും എന്നെ തുണി പൊക്കി കാണിക്കും, മനസ്സിലായോ? കാരണം അമ്മാതിരി പ്രൊമോഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ നല്ല ബ്രാൻഡുകൾ എന്നെ നേരെ പിടിച്ചു നിന്ന് നേരെ എന്നെ മുണ്ടുപോക്കി കാണിക്കും. അതുകൊണ്ട് കറൻ്റ്ലി ഇപ്പം ടീമിൻ്റെ എക്സ്പെൻസുകൾ മൊത്തം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇടേണ്ടി വരും. അതുവരെ ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്പോൺസേഴ്സും ഇല്ല എനിക്ക് ഒരു സ്പോൺസറും ഇല്ല. ഞാൻ ഏതെങ്കിലുമൊക്കെ നല്ല ബ്രാൻഡ്സിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്തും സംസാരിച്ച് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അത് കള്ളത്തരമല്ലേ? ആപ്പിൾ അയ്യോ അത് ശരിയാ. എനിക്ക് ആപ്പിളായിട്ടാണ് ആകെ എല്ലാ വർഷവും എനിക്ക് അവർ ഫോൺ തരും. അത് മാത്രമാണ് എനിക്ക് ആകെ ഉള്ള ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ പയ്യൻ സ്റ്റീവില്ലേ, സ്റ്റീവായിട്ട് ഞങ്ങൾ കുറച്ച് ഇതാണ്. പക്ഷേ സ്റ്റീവിന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിപ്പിക്കാറില്ല, അതാണ് പ്രശ്നം. റെഡ് ബുൾ ഇ സ്പോർട്സ് ഇവൻറ്റ്സ് എടുക്കത്തില്ലടാ, ഇ സ്പോർട്സ് പരിപാടി എടുക്കത്തില്ല, മനസ്സിലായോ? പിന്നെ ഞാൻ ഡെയിലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡുണ്ട്, കേരള വിഷൻ. അവരെ അപ്രൂവ് ചെയ്യണം, അല്ല അവരെ അപ്രോച്ച് ചെയ്യണം. അവരെ അപ്രോച്ച് ചെയ്യണം. കേരള വിഷൻ്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കേരള വിഷൻ X TV എന്നുള്ളൊരു ഇത്, മനസ്സിലായ? കേരള വിഷനെ ഒരിക്കലും ഞാൻ പറയല, നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരെ കൊണ്ട് ലൈനപ്പ് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, T1 പ്ലേയേഴ്സിന്റെ ഒക്കെ സാലറി എത്രയാണെന്നാ നിങ്ങളുടെ വിചാരം? ഒരാൾക്ക് മന്ത്ലി എൻ്റെ അറിവില് T1 അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ എനിക്ക് തോന്നുന്നു ഒരാളുടെ സാലറി ക്ലോസ് ടു ഒരു 1 lakh ആണ്, മനസ്സിലായോ? അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇത് ഒരു പ്ലെയറിന്. എന്താടാ എവിടെ വന്നു ഗ്യാങ് വരുന്നത്? അപ്പോൾ ഇപ്പൊ 4 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ഏകദേശം 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട് അതിന്. അപ്പോൾ എന്താ പറയുക, ഓർഗ് റൺ ചെയ്യാന്ന് പറയുന്നത് അത്ര ഒരു ഈസി ടാസ്ക് അല്ല. പക്ഷെ അത് നമ്മൾ നന്നായിട്ട് റൺ ചെയ്യാൻ വേണ്ടി പോകണം എന്നുള്ളൊരു ഇതാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് സാലറി ഉണ്ടാവില്ല, അവർക്ക് നമ്മൾ ബ്രാൻഡ് ഡീൽസ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി, മനസ്സിലായി? അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് അവർക്കും ഉണ്ടാവണം ഇനി തൊട്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളോട്. മാച്ചസ് ഒക്കെ വരുമ്പം കമന്റ്സിലൊക്കെ എനിക്ക് ഇനി അവരുടെ കൂടെ ഇവന്റ്സിനൊക്കെ പോകണം, അവരുടെ ഇവന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചാൽ പ്രസൻസ് കാണിക്കണം, അവരോട് ഗെയിം കളിക്കുകയല്ല. പിന്നെ നമുക്ക് ഇടയ്ക്ക് ലൈനപ്പിൻ്റെ കൂടെ ഇടയ്ക്ക് PUBG മൊബൈലൊക്കെ കളിക്കാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, അത് ഇടയ്ക്ക് നമുക്ക് ലൈനപ്പിൻ്റെ കൂടെ PUBG മൊബൈലൊക്കെ കളിച്ച് സെറ്റായിട്ടിരിക്കാം. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എല്ലാവരുടെയും TV-യുടെ ഒഫീഷ്യൽ പേജിൽ ഞാൻ അവരുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒരു കൊളാബ് പോസ്റ്റ് നാളെ ഇട്ടേക്കാം. ബാക്കി ഇനിയുള്ള ഗെയിംസ് ഗൈസ്, ഈ ഫുട്ബോൾ ബാക്കിയുള്ള ഗെയിംസിൻ്റെ ഒക്കെ നല്ല ടീമുകളുടെ ഒക്കെ സജഷൻസ് എടുത്തിട്ട് നമുക്ക് TV-യിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹലോ